2015 അസംബ്ലി തെരഞ്ഞെടുപ്പ് എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയത്ത്, എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ നിൽക്കുന്ന സമയത്ത്, തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് സജീവമായിട്ട് നിന്നിരുന്ന വി.കെ. ശേഖർ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം മൂർച്ഛിച്ചു. അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സ അവിടെ നടക്കുന്നു. അത് എല്ലാവരെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ്. 2015 തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വി.കെ. ശേഖർ എന്ന് പറയുന്ന പ്രവർത്തകൻ്റെ ജീവിതം അത് അവസാനിക്കുന്ന ആ ദിനം എന്ന നിലയിൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു ദാരുണമായിട്ടുള്ള ഓർമ്മയായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം അസുഖം മൂർച്ഛിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അസാധ്യമായിരുന്നു. ആ ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിലിറങ്ങുന്നു. എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, വീണുപോകുന്ന അവസ്ഥ വരുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹം ബെഡിലേക്ക്, ആശുപത്രിയിലേക്ക് അദ്ദേഹം പുറകെ തിരിച്ചു പോകുന്നത്. എന്നിട്ടും അവിടെ കിടക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ശ്രീ വെള്ളാങ്കര സോമേട്ടൻ അദ്ദേഹം നമ്മളെ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ടായി. ഈ സമയത്ത് വെള്ളാങ്കര സോമേട്ടൻ ഓർമ്മിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എല്ലാവരും തിരഞ്ഞെടുപ്പ് ചൂടിലായിരുന്ന സമയത്ത് ശ്രീ ശേഖർജിയുടെ ആ ദേഹവിയോഗ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം 24 മണിക്കൂറും ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനായിരുന്നു. നിരവധി പ്രവർത്തകരുണ്ടായിരുന്നു. അതിൽ ശ്രദ്ധേയമായി ഇന്ന് നമ്മളോടൊപ്പം ജീവിച്ചിട്ടില്ലാത്ത ആ വെള്ളാങ്കര സോമേട്ടൻ എന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന വ്യക്തിത്വത്തെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അദ്ദേഹമായിരുന്നു അവസാന നിമിഷവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആ 2 സഹപ്രവർത്തകരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറേയേറെ നേട്ടങ്ങൾ നേടി. നമ്മളിന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. രാജ്യത്ത് 3ാമത് ഭരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ പാർട്ടി ഈ രീതിയിലൊക്കെ വളർന്നത് ഇന്നലകളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഇതുപോലെയുള്ള ഒട്ടനവധി നേതാക്കന്മാരുടെ രക്തം വിയർപ്പാക്കിയ അധ്വാനമാണ് നമ്മളെ ഇന്ന് ഈ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിച്ചിരിക്കുന്നത്. അത് രാജ്യത്താകമാനം മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിലും. അതുകൊണ്ടാണ് ഞാൻ 2010 മുതലുള്ള സ്മരണകൾ ഇവിടെ അയവിറക്കിയത്. 2010 മുതൽ ഇന്ന് മേയർ സ്ഥാനത്തേക്ക് BJPയുടെ പ്രതിനിധിക്ക് എത്താൻ സാധിച്ചതുവരെയുള്ള തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം, ആ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ധീരരായിട്ടുള്ള, ത്യാഗികളായിട്ടുള്ള, സമർപ്പിതമായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒട്ടനവധി പ്രവർത്തകരുടെ അക്ഷീണമായിട്ടുള്ള പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. കേവലം നമ്മളെല്ലാവരും പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമല്ല നമുക്ക് 50 കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മേയറും ഡെപ്യൂട്ടി മേയറും ലഭിച്ചത്. നമുക്കെല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കി തന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിരവധി നേതാക്കന്മാരാണ്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ പ്രവർത്തിച്ചതും അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ്. ആ രീതിയിലുള്ള ഒരു സങ്കല്പവും സംസ്കാരവുമാണ് നമ്മുടെ പ്രസ്ഥാനത്തെ അജയ്യമായിട്ട് എക്കാലത്തും നിലനിർത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രസ്ഥാനം അജയ്യമായിട്ട് 1980 മുതൽ ഇതുവരെ അജയ്യമായ ഒരു പ്രസ്ഥാനമായിട്ട് നിലനിൽക്കുന്നുവെങ്കിൽ നമുക്ക് പ്രവർത്തകരും നേതാക്കന്മാരും ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ഈ ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മുടെ പ്രസ്ഥാനത്തെ അജയ്യമായിട്ട് നിലനിർത്തുന്നത്. അങ്ങനെ ആ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ഏറ്റവും ശക്തരായിട്ടുള്ള തിരുവനന്തപുരത്തെ ഒരു നേതാവ്, ആ നേതാവ് നമ്മൾ വിട്ടുപിരിച്ചിട്ട് 15 വർഷമാകുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘസ്മരണയ്ക്ക് മുമ്പിൽ നമ്മൾ പുഷ്പാഞ്ജലി അർപ്പിച്ചു, ആദരാഞ്ജലി അർപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ നൽകിയിരിക്കുന്ന ഏറ്റവും മഹത്വമായിട്ടുള്ള ശ്രദ്ധാഞ്ജലി എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരം നഗരസഭ BJPയുടേതാക്കി അദ്ദേഹത്തിന് നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഒരു പൊതുപ്രവർത്തകർക്ക് കിട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലി. ഇവിടുത്തെ പ്രവർത്തകർക്ക് വി.കെ. ശേഖറിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലിയായിട്ട് ഈ തിരുവനന്തപുരം നഗരസഭാ ഭരണത്തെ ഞാൻ കാണുകയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ശ്രദ്ധാഞ്ജലി നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. വരുന്ന 4-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ വി.കെ. ശേഖറിന് വീണ്ടും നമ്മൾ ഏറ്റവും ആദരവോടുകൂടി തിരുവനന്തപുരത്ത് നിരവധി MLA-മാരെ ശ്രദ്ധാഞ്ജലിയായിട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. ആ രീതിയിൽ നമുക്ക് നമ്മുടെ നേതാക്കന്മാരെ അനുസ്മരിക്കാം. അവർ ഉയർത്തിയ പതാക അത് ഉയർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവർ കത്തിച്ച ദീപം അത് അണയാതെ കാത്തു സൂക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അവർ നമ്മളിലേക്ക് പകർന്ന നല്ല സ്വഭാവങ്ങൾ, നല്ല സത്പ്രവൃത്തികൾ അതൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഇന്നലകളിൽ നിന്നുള്ള പാഠങ്ങൾ നാളേക്ക് നമുക്ക് കൈമുതലായിട്ട് മാറാം.
ആ രീതിയിലുള്ള പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു മഹത്തായിട്ടുള്ള മനുഷ്യനായിട്ട് നമുക്ക് വി.കെ. ശേഖർജിയെ കാണാം. ഒരു മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് കാണാം. അഴിമതി ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ച, ആദർശനിഷ്ഠമായിട്ടുള്ള പൊതുപ്രവർത്തനം നടത്തിയ, ആർക്കും ഒരു രീതിയിലും എതിർക്കപ്പെടാത്ത, ആർക്കും എതിർക്കാനുള്ള ഒരു അവസരവും നൽകിയിട്ടില്ലാത്ത ഒരു പൊതുപ്രവർത്തകൻ. ആ പൊതുപ്രവർത്തകന്റെ വ്യക്തമാർന്ന സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമ്മൾ ശിരസ്കരായിക്കൊണ്ട് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരു കാര്യം മാത്രം രാഷ്ട്രീയമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വനിതാ സംവരണ ബില്ലിനെ സംബന്ധിച്ചൊരു ചർച്ച നടന്നു. ആ വനിതാ സംവരണ ബില്ലിനെ അതിദയനീയമായിട്ട് പരാജയപ്പെടുത്തി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും മുസ്ലിം ലീഗും SDP-യും ജമാഅത്തെ ഇസ്ലാമും ഒക്കെ ചേർന്നു ആ പരാജയപ്പെടുത്തി. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടത് വനിതാ സംവരണം, വനിതകളുടെ ആ സംവരണം മാത്രമല്ല, പരാജയപ്പെട്ടത് കേരളത്തിന്റെ പൊതുവികാരങ്ങളിൽ കൂടിയാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. കേരളത്തെയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വഞ്ചിച്ചിരിക്കുന്നത്. കാരണം ആ വനിതാ ബിൽ പാസ്സായിരുന്നുവെങ്കിൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 24 MP-മാരും അതോടൊപ്പം തന്നെ ഒരു ഏകദേശം 45ഓളം MLA-മാർ വർദ്ധിക്കുന്ന രീതിയിലാകുമായിരുന്നു. ഇല്ലെങ്കിൽ കേരളത്തിൽ 30 MP-മാരും ഏകദേശം 55ഓളം MLA-മാരും വർദ്ധിക്കുന്ന രീതിയിൽ ഉള്ള ബില്ല് അവിടുത്തെ അമിത്ഷാജി ആ ചർച്ചയ്ക്കിടയിൽ അങ്ങോട്ട് പറഞ്ഞതാണ്. ഞാൻ 1 മണിക്കൂറിനുള്ളിൽ പുതിയ നിയമവുമായിട്ട് ഈ പാർലമെന്റിലേക്ക് വരാം. 30-20 MP-മാരുള്ള കേരളത്തിൽ 30 MP-മാർ ലഭിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ 140 MLA-മാരുള്ള കേരളത്തിൽ 200-ൽ പരം 210 MLA-മാർ ലഭിക്കുന്ന രീതിയിൽ ഉള്ള നിയമവുമായിട്ട് വരാം എന്ന് പറഞ്ഞു. ആ സമയത്തും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അതിന് തയ്യാറായില്ല. യഥാർത്ഥത്തിൽ ഈ ബില്ലിനെ പരാജയപ്പെടുത്തുന്നതിലൂടെ കേരളമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കേരളത്തെയും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നിലവിലുള്ള നിയമപ്രകാരം കേരളത്തിൽ ഡീലിമിറ്റേഷൻ നടന്നാൽ, സംവരണം വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നുള്ള 20 MP-മാരുടെ സ്ഥാനം പോലും ലഭിക്കില്ല. അത് 14ആയിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള 140 MLA-മാർ 110 MLA-മാരായിട്ട് കുറയാനുള്ള സാധ്യത കാണുന്നു. അത് കേരളത്തിൽ വലിയ നഷ്ടമാണ്, ഒരു വഞ്ചനയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കാണിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം വി.കെ. ശേഖറില്ല. പക്ഷേ വി.കെ. ശേഖർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇതിനെതിരെ എങ്ങനെയാണോ പ്രതികരിച്ചത്, അതുപോലെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വർത്തമാനകാല പ്രസക്തമായിട്ടുള്ള ഈ വിഷയത്തിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം ഒരുമിച്ച് പ്രതികരിക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. 24-ാം തീയതി 10,000-ൽ പരം വരുന്ന സ്ത്രീകൾ പങ്കെടുക്കുന്ന വലിയ റാലി അനന്തപുരിയിൽ ഇതിനെതിരായിട്ട് സംഘടിപ്പിക്കപ്പെടുകയാണ്. അതും ഈ നമ്മുടെ ശേഖർജി അനുസ്മരണത്തിൽ കാലികമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം എന്ന നിലയിൽ അതും കൂടി ഞാൻ ഈ അവസരത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ശേഖർജിയുടെ ദീപ്തമാർന്ന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സഹപ്രവർത്തകരുടെ എല്ലാവരുടെയും അനുഭവത്തോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഭാരത് മാതാ. അധ്യക്ഷനും അതോടൊപ്പം തന്നെ സുരേഷ് ഒക്കെ തന്നെ വളരെ കാര്യമായിട്ട് ശേഖരത്തിനെ സ്മരിച്ചിട്ടുള്ള ആണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാളാണ് ശേഖർ. ഈ രണ്ടുപേരെയും സംബന്ധിച്ച് അതിന് ശേഷമാണ് ഞാൻ ശേഖരയുമായിട്ട് പരിചയപ്പെടുന്നതും പ്രവർത്തനം നടത്തുന്നതും. വിദ്യാർത്ഥിപക്ഷത്തിൻ്റെ ABVP-യുടെ പ്രവർത്തകനായിരുന്ന സമയത്താണ് ശേഖർജിയെ കൂടുതൽ അടുത്തറിയുന്നത്. അതിന് മുമ്പ് വി.കെ. ശേഖറുടെ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ABVP-യുടെ ചുമതലയിൽ നെടുമങ്ങാട് നിന്നും തിരുവനന്തപുരം സിറ്റിയിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹവുമായി വ്യക്തിപരമായി അടുക്കുവാനുള്ള അവസരം ലഭിച്ചത്. അന്ന് 2 പ്രശ്നങ്ങൾ ഞങ്ങൾ ABVP അഭിമുഖീകരിച്ചു. ഒന്ന്, ഇന്നത്തെ എത്രത്തോളം രാഷ്ട്രീയ പിന്തുണ ഇല്ലായിരുന്നു. പൊളിറ്റിക്കൽ സപ്പോർട്ടുകാർ BJP ബാലാധിക്യങ്ങളൊക്കെ നേരിടുകയും പിന്നിടുകയും ചെയ്യുന്ന കാലമായിരുന്നു. 2, ഇത്രത്തോളം BJP-യുമായിട്ട് ഒരു സൗഹൃദം നേതാക്കന്മാരുമൊക്കെ സ്ഥാപിക്കുവാനുള്ള പരിമിതികൾ ഇന്ന് അങ്ങനെയല്ല. ABVP-ക്കാർ BJP-യുമായിട്ട് കുറേയൊക്കെ അടുപ്പം. അന്ന് ABVP BJP-യും കേരളത്തിൽ ഇത്രത്തോളം സംഘടനാ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന ഒരു ബന്ധമില്ലായിരുന്നു. ഈ 2 സാഹചര്യങ്ങളിലുമാണ് ശേഖരേട്ടനെയൊക്കെ തന്നെ പലപ്പോഴും കാണുന്നത്. അന്ന് താരതമ്യേന 1-2 കോളേജുകൾ ഒഴിച്ച് മറ്റു കോളേജുകളിലൊക്കെ തന്നെ ABVP കുറച്ച് കൂടുതൽ ദുർബലമായിരുന്ന സമയത്തായിരുന്നു ഞങ്ങളൊക്കെ തന്നെ സംഘടനാ ചുമതല. നിരന്തര സംഘർഷം, യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോഴാണ് അദ്ദേഹം സിൻഡിക്കേറ്റ് ആകുന്നത്.
അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളിലും അദ്ദേഹവുമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും പോലീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ പറയുന്ന കാര്യങ്ങളുടെ ക്ലാരിറ്റിയും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിംഗ് ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മളത് കാര്യമായിട്ട് അതിൻ്റെ വീട്ടിൽ തന്നെ എനിക്കൂടെ ഓർക്കുകയാണ്. ആ വീട്ടിലെ ആ നീളമുള്ള റൂമിൽ ഫിഫ്റ്റാനിലാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു കാര്യം പറയുമ്പോഴേക്കും നടക്കുമെങ്കിൽ അദ്ദേഹം നടക്കുമെന്ന് പറയും, ഇല്ലെങ്കിൽ അടുത്ത് എന്നോട് പറ്റില്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് എന്ന് പറയും. നമുക്ക് അന്നത്തെ പത്രപ്രവർത്തനം ഞാൻ ഓർക്കുന്നത് പത്തനംതിട്ട എനിക്ക് സമയത്തിൻ്റെയായിരുന്നു. പത്തനംതിട്ട ഒരു കോളേജിൽ ഒരു പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കയറി പ്രിൻസിപ്പളിനോട് കുറച്ച് കസേരയെടുത്ത് മാറ്റി എന്ന് ചെയ്ത് മോശമായിട്ട് പെരുമാറിയ ഒരു പ്രവർത്തകനെയാണ് കോളേജിൽ സസ്പെൻഡ് ചെയ്യും. ഇതേപോലെ സിൻഡിക്കേറ്റുകളാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് സിൻഡിക്കേറ്റുകളോട് പറയണം, BC-യോട് പറയാമെന്ന് പറയണം. ഞാനിത് കേട്ട പാടില്ല തന്നെ നമ്മുടെ സിൻഡിക്കേറ്റ് പറഞ്ഞില്ലേ, അന്ന് വാജ്പേയി ഗവൺമെൻറ് ആ സമയത്ത് ചേരേണ്ട വിളിച്ചിട്ട് BC-യോട് സംസാരിക്കണം. പെട്ടെന്ന് ചേരേണ്ട വിളിച്ച് ഇക്കാര്യം ഒരു പ്രിൻസിപ്പളിനോട് ഇങ്ങനെ പെരുമാറിയ ഒരാളുടെ കാര്യം ഞാൻ എങ്ങനെയാണ് BC-യോട് പറയുന്നത്, അത് ഞാൻ പറയുന്നത് അത് എന്നെ കൊണ്ട് പറയിക്കാതിരുന്നാണ് സംഘടനയ്ക്ക് നല്ലത്. അപ്പോഴാണ് ഞാനത് റിയലൈസ് ചെയ്തത്. നമ്മുടെ ഒരു കാര്യം നേടുവാൻ വേണ്ടിയുള്ള വ്യഗ്രതയിൽ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്ന ഒരു വ്യക്തി ഒരു വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനോ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള ചിന്താഗതി അവിടെ അന്നീ ഭരണം എന്താണെന്ന് പിടിയില്ലാത്തതുകൊണ്ട് കാര്യം ആര് വഴി സാധിക്കണമെന്നുള്ള ആവേശം മാത്രമായിരുന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അങ്ങനെ ഒരു ഇങ്ങനെയും ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവാകാൻ വേണ്ടി സാധിച്ചു എന്ന് മാത്രമല്ല, BJP-യിൽ നിന്നും ആരും പരിപാടിക്ക് ക്ഷണിക്കണമെന്ന് ഉള്ള ചർച്ച വരുമ്പോൾ ഒരുപക്ഷെ മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ പോലും DK ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ എമർജ് ചെയ്തു വരാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് മാതൃകകൾ അദ്ദേഹത്തിന് നമുക്ക് പിന്തുടരുവാനുണ്ട്, സ്വീകരിക്കുവാനുണ്ട്. ഞാൻ ഓർക്കുന്നു 2011 ഞാനന്ന് ആദ്യമായി അസംബ്ലി ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് സീറ്റ് ചർച്ചയ്ക്ക് ഇരുന്നു, മുകളിൽ നേതാക്കന്മാരൊക്കെ ഇരുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. സീറ്റൊക്കെ തീരുമാനിച്ചു. അദ്ദേഹത്തിന് തിരുവനന്തപുരം സീറ്റാണ് മത്സരിക്കുവാൻ വേണ്ടി രണ്ടാമത്തെ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചതെന്ന് ഞാൻ ഓർക്കുന്നത്. അത് സീറ്റ് പ്രഖ്യാപിച്ചു. അദ്ദേഹം വളരെ സജീവമായി തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചു. ഞാൻ മറ്റൊരു കാര്യമായിട്ട് കാട്ടാക്കട കരമരാജ്യത്തായിരുന്നു പബ്ലിസിറ്റി ഇല്ലാതെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രചരണം മുറുകി വന്നപ്പോഴാണ് അവസാനത്തെ 3-4 ദിവസങ്ങൾ ശേഖരിച്ചത് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അതിനെ തുടർന്ന് SP ബോർഡിലും പിന്നീട് അമ്പതിയിലും കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്പതിയിൽ കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ചെറിയൊരു വിഷമുണ്ടായിരുന്നില്ല, കോൺഫിഡൻസ് കൈവരിക്കുന്നില്ല. തീർച്ചയായിട്ടും വളരെ വലിയ സൗഹൃദമായിരുന്നു, ഒരു ജ്യേഷ്ഠ സഹോദരനായിരുന്നു, ഒരു വഴികാട്ടിയായിരുന്നു, നമുക്ക് തന്നെ നല്ലൊരു ആത്മവിശ്വാസമായിരുന്നു. തീർച്ചയായിട്ടും മരണവും ജന്മവും നമ്മുടെ ജീവിതമല്ല. ഇന്ന് DK ശേഖർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ സാധിക്കാത്ത കാര്യമാണ് ആഗ്രഹിക്കുകയാണ്. ഡോക്ടറേറ്റ് ഭരണം നമുക്ക് ലഭിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഉപദേശങ്ങൾ തരാൻ, നേതൃത്വം തരാൻ അശോക് കുമാർ സാറിനോടും ഉൾപ്പെടെ അദ്ദേഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി മനോഹരമായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ആശിച്ചു പോവുകയാണ്. ഞാൻ ഗതിപ്പിക്കുന്നില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. പൊതുപ്രവർത്തകർ എന്നുള്ളത് പ്രത്യേകിച്ചും BJP പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ മുൻപേ നടന്നുപോയ മാതൃകകൾ നമ്മിലേക്ക് പകർന്നുകൊണ്ട വെളിച്ചം അതാത് കാലഘട്ടത്തിൽ നമുക്ക് ആദർശശുദ്ധിയോടെ എങ്ങനെ കാത്തുസൂക്ഷിക്കാൻ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിനായിക്കോട്ടെ ക്യാൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. മുഖമാണ് വെങ്കട്ടരാമചന്ദ്രൻ. പുതിയ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചയം കാണില്ല. ഞങ്ങളൊക്കെ യുവമോർച്ച പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള പ്രചോദനം, സംഘത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ശക്തമായ പ്രചോദനം അടിയന്തരാവസ്ഥയുടെ കാലരാത്രികളിൽ കുടുംബം ആ അടിയന്തരാവസ്ഥ എന്ന ഇന്ദിരാഗാന്ധിയുടെ കരിനിയമങ്ങൾ നിറച്ച ഭരണകാലത്ത് അതിനെതിരെ പോരാടിയിട്ടുള്ള ഒരു സംഘ കുടുംബമാണ് വെങ്കട്ടരാമചന്ദ്രൻ. വെങ്കട്ടരാമചന്ദ്രന്റെ സഹോദരൻ മൂർത്തിചന്ദ്രൻ ആണ് ആ സമയത്ത് ജയിലിലായി. സംഘടനയ്ക്ക് വേണ്ടിയോട് ത്യാഗങ്ങൾ സഹിച്ച വെങ്കട്ടരാമചന്ദ്രൻ പിന്നീട് സംഘ പ്രവർത്തനം കഴിഞ്ഞിട്ട് BJP-യുടെ കൗൺസിലറായി 1982 അശോക് കുമാർ സാർ അടക്കമുള്ള 6 കൗൺസിലർമാർ അന്ന് ഹിന്ദുമണി സ്ഥാനാർത്ഥികളെ മത്സരിച്ച സമയത്ത് 6 ജയിച്ചു. അതിലെ കോട്ടയ്ക്കൽ വാർഡിലെ ആദ്യത്തെ കൗൺസിലറാണ് വെങ്കട്ടരാമചന്ദ്രൻ.
പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ ട്രഷറർ അശോക് കുമാർ സാറിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെയൊക്കെ വളരെ മുതിർന്ന ഒരു കാര്യകർത്താവാകുന്നത് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പത്തനാപുരം നഗരത്തിന്റെ സഹസംഘചാലകാണ്. ശേഖരജിയുമായി നമ്മുടെ സംഘടനയ്ക്കകത്ത് ഏറ്റവും ആദ്യം ശേഖരജിയെ പരിചയപ്പെടുന്നതും ബന്ധപ്പെടുന്നതും വെങ്കട്ടറാം ചേട്ടനാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ക്ഷണിച്ചത്. അദ്ദേഹം നമ്മളെ ശേഖരജി അനുസ്മരിച്ച് സംസാരിക്കും. BJPയുടെ കരുത്തനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ജി, യോഗി കല്യാണി ഉൾപ്പെടെ, അശോക് കുമാർ സാർ ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രഗത്ഭരായ ജനപ്രതിനിധികളെ, ഇന്ന് ഈ സദസ്സ് സമ്പുഷ്ടമാക്കുന്ന സമർപ്പിതരായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, നേതാക്കന്മാരെ, ശ്രീ PK ശേഖർ അനുസ്മരണം എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്കിതിൽ ഒരാളായി പങ്കെടുക്കണം എന്ന് തോന്നി. അതിനൊരു കാരണവും വന്നപ്പോഴാണ് രണ്ട് വാക്ക് പറയണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറയാൻ മുതിരുകയാണ്. ആനുകാലികമായ രാഷ്ട്രീയ കാര്യങ്ങളുമൊക്കെ വിശദമായി ജനറൽ സെക്രട്ടറി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ശ്രീ PK ശേഖറിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സത്യസന്ധമായ, നിർഭയനായ ഒരു പ്രവർത്തകൻ എന്ന് ആദ്യം മുതൽ തന്നെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി വിതരണം ചെയ്യുന്നത് അത് കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ മരണം ഉറപ്പാണ്. ആ രീതിയിലാണ് അന്ന് ഒരുക്കിയിരുന്നത്. ആ കുരുക്ഷേത്രം പല പ്രമുഖന്മാർക്ക് എത്തിക്കുന്ന ഒരു ചുമതല എനിക്കുണ്ടായിരുന്നു. ശാന്തിനഗറിൽ സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ